രാവിലെ നമ്മൾ കൃഷിയിടത്തിലൊക്കെ ഇങ്ങനെ വരുമ്പോഴേ ഇതേപോലെ പയറും വെണ്ടയ്ക്ക ഇങ്ങനെ നിറഞ്ഞ് കായ്ച്ച് നിൽക്കണ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ ഫുൾ ചാർജായി അല്ലേ. എന്ത് ഭംഗിയല്ലേ കാണാൻ, ഇതേപോലെ ഇങ്ങനെ നിറഞ്ഞ് കായ്ച്ച് നിൽക്കണ. ഇത് നമ്മളെ ആങ്കൂർ കമ്പനിയുടെ കേട്ടക്കി എന്ന് പറഞ്ഞ പയറാട്ടോ. നല്ല കായ്പിടുത്തമുള്ള നല്ല ഐറ്റം പയറാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഞാനിത് നട്ടിട്ട് ഇവിടുന്ന് പോയതാണ്. പിന്നെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ മഴ കാരണേ, മഴ കൂടുതലായത് കാരണം പിന്നെ ഈ വൈക്ക് വന്ന് നോക്കിയിട്ടില്ല. ഇതിൻ്റെ ഇടയിലുള്ള കളകളൊന്നും പറിച്ചിട്ടില്ല, ഇതിന് അടിവളവും കൊടുത്തിട്ടില്ല, വേറെ ഒരു വളങ്ങളും ഇട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് നന്നായിട്ട് ഞാനിന്ന് വന്ന് നോക്കുന്ന സമയത്ത് നല്ല രീതിക്ക് പയർ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ. ഈ കുറ്റിപ്പയർ കൃഷി ചെയ്യുമ്പോഴുള്ളൊരു മെച്ചാണിത്. വള്ളിപ്പയറിനെ പോലെ കൂടുതൽ പരിചരണമൊന്നും ഇതിന് കൊടുക്കണ്ട. അതേപോലെ നമ്മളെ ചീര, എന്താ ഇതിൻ്റെ ഒരു കളർ നോക്കാം. 2 ദിവസം മുന്നേ ചെറിയ രീതിയിലൊരു വിളവെടുപ്പ് ഞാൻ എടുത്തു. ഇതിൻ്റെ കളറും അതേപോലെ തന്നെ ഇതിൻ്റെ രുചിയും ബാക്കിയുള്ള ചീരകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വേറെ ലെവൽ തന്നെയാണ്. അതുമാത്രമല്ല ഇതിന് വേറൊരു ഗുണം കൂടിയുണ്ട്. മറ്റുള്ള ചീരകളെപ്പോലെ പെട്ടെന്ന് കതിര് വരുന്നൊരു സ്വഭാവം ഇതിനില്ല. ഒരുപാട് കാലം നമുക്ക് ഇതിന്ന് വിളവെടുക്കാൻ കിട്ടും. നമ്മുടെ പ്രധാന കൃഷി വെണ്ടയാണ്. ഈ ചീരയും പയറൊക്കെ അതിൻ്റെ ഇടകളായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. വെണ്ട കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നാളെ നല്ലൊരു വീഡിയോ വരും കേട്ടോ. കൃഷിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.